السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. കൈ തസ്ദാദ ലുഖ്മ എന്ന അധ്യായത്തിലെ വഖാല ആഖറു മറ്റൊരു ഷായർ പറയുന്നു. ഈ ആഖർ ആരാണ്? ജമീൽ ഇബ്നു മഅ്മർ എന്ന ഷായിറാണ് എന്ന് അഭിപ്രായപ്പെടുന്നു. സാഹിബു ബുസൈന ബാത ബിമിസ്ർ സനത 82 ഹിജ്റ 82 സനത 82 ഹിജ്റ 82 മരണപ്പെട്ട ജമീൽ ഇബ്നു മഅ്മർ എന്ന ആളാണ് ഈ ആഖിർ എന്ന് പറയുന്നത്. സാഹിബ് ഹുസൈന അദ്ദേഹത്തിന്റെ അമ്മന്റെ മകളെ അദ്ദേഹം സ്നേഹിക്കുകയും അങ്ങനെ പിന്നീട് അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുക്കാതൊക്കെ നിന്ന ഒരു സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സാഹിബ് ഹുസൈന എന്നും മറ്റു ചില ചരിത്രത്തിലൊക്കെ ജമീലു ഹുസൈന എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ജമീലു ഹുസൈന എന്ന് പറയുന്നത് അബൂ അമ്രാണ് അദ്ദേഹത്തിന്റെ പേര്. ജമീൽ ഇബ്നു മഅ്മർ അബൂ അമ്ർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏതായിരുന്നാലും അദ്ദേഹം ഇവിടെ പറയുന്നത് ആക്ഷേപം, ലുഅ്മ, അത് ഒരാളോട് പറയാണ്, പിന്നെ പാരമ്പര്യമായിട്ട് ആണ് നിനക്ക് ആക്ഷേപം എത്തിയത്, നിന്റെ ഉപ്പയാണ് ആക്ഷേപത്തിന് നിന്നെ എത്തിച്ചത്, ആക്ഷേപം നിന്നെ ഞാൻ എപ്പോഴും നിന്നിൽ കാണുന്നു എന്നൊക്കെ പറയും. അബൂക അർബദു വൈറ ശക്കിൻ അഹല്ലക ഫിൽ മഖാസി ഹൈതു ഹല്ല ഫമാ അംഫീക കൈ തസ്ദാദ ലുഅ്മ ലിഅൽഅമ മിൻ അബീക വലാ അദല്ല. ഇവിടെ ജമീൽ എന്ന ഷായർ പറയാണ്, അബൂക്ക നിന്റെ ഉപ്പ, നിന്റെ വാപ്പ, അബൂക്ക തഹ്കീദാക്കി വീണ്ടും പറയുന്നു നിന്റെ വാപ്പ തന്നെ, അഥവാ ആരാണത്? അർബദ് എന്ന ആള് വൈറ ശക്കിൻ നിസ്സംശയം, ഒരു സംശയത്തിനും വകയില്ലാത്ത നിലയ്ക്ക് ആ വാപ്പയാണ് അഹല്ലക്ക നിന്നെ ഇറക്കിയത് ഫിൽ മഖാസി ചീത്ത പ്രവർത്തനങ്ങളിൽ, നീചമായിരിക്കുന്ന പ്രവർത്തനത്തിന് നിന്നെ ഇറക്കിയത്. ഹൈതു ഹല്ല ചീത്ത പ്രവർത്തനങ്ങളിൽ ഇറങ്ങുന്ന സന്ദർഭങ്ങളിലൊക്കെ, അഥവാ മോശമായിരിക്കുന്ന പ്രവർത്തനങ്ങളും ചീത്തയായിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ കൂടുതൽ ഇടപെട്ട് പ്രവർത്തിച്ചതുകൊണ്ടും നന്മ തീരെ കാണാത്തതുകൊണ്ടും ഷായർ ഒരാളോട് പറയാണ്, എന്ത്, ഇത് നിനക്ക് അനന്തരം കിട്ടിയതാണ് നിന്റെ ഈ പ്രവർത്തനം. കാരണം ചീത്ത മാത്രമേ കാണുന്നുള്ളൂ, നല്ല പ്രവർത്തനം ഒന്നും കാണുന്നില്ല. അപ്പൊ അദ്ദേഹം പറയാണ്, ഇത് നിനക്ക് അനന്തരം കിട്ടിയതാണ് നിന്റെ വാപ്പയിൽ നിന്ന്. എന്നിട്ടോ ആ വാപ്പക്ക് കിട്ടിയത് അവിടുന്ന് അങ്ങോട്ടുള്ള വാപ്പയില്ല. ഇങ്ങനെ മുൻപ് കിട്ടിയ ഒരു പ്രവർത്തനം അതിങ്ങനെ പിന്തുടർന്ന് പോന്ന് അതിപ്പോ നിനക്കും കിട്ടി. അതുകൊണ്ടാണ് ഇത്രത്തോളം നീചമായ പ്രവർത്തനം നീ ചെയ്യുന്നത് എന്ന് പറയാം. അപ്പൊ അർബദാകുന്ന വാപ്പയിൽ നിന്നാണ് നിനക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ കിട്ടിയത് എന്ന് കുറ്റപ്പെടുത്തിയിട്ട് പറയാം. എന്നിട്ട് പറയണ ഫമാ അംഫീക കൈ തസ്ദാദ ലുഅ്മ, നിന്നെ ഞാന് ഒഴിവാക്കുന്നില്ല, ബരീആക്കുന്നില്ല,
ആരിൽ നിന്ന്? നിന്റെ വാപ്പയിൽ നിന്ന്. എന്തിനു വേണ്ടി? കൈ തസ്ദാദ ലുഅ്മ, ലുഅ്മ് ആക്ഷേപം ജാസ്തിയാക്കാൻ വേണ്ടി. ലി അഅ്ലമ മിൻ അബീക, ലി അഅ്ലമ മിൻ അബീക വലാ അദല്ല. വാപ്പയേക്കാളും നിന്റെ വാപ്പയേക്കാളും ഏറ്റവും കൂടുതൽ മോശത്തരമുള്ള ലുഅ്മുള്ള, അതേപോലെ ദില്ലത്ത് അഅ്ലമ് ഏറ്റവും കൂടുതൽ ലുഅ്മത്തുള്ള ആക്ഷേപമുള്ള, അതല്ല് ഏറ്റവും കൂടുതൽ നിസാരതയും നിന്യതയുമുള്ള നിന്റെ വാപ്പയേക്കാളും അങ്ങനത്തെ ഒരു ആളിലേക്ക് ചേർക്കുന്നില്ല എന്നാണ്. അഥവാ ചീത്ത പ്രവർത്തനം ഏറ്റവും കൂടുതൽ കാണുന്നത് കൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. അപ്പോ സാധാരണഗതിയിൽ പലപ്പോഴും എന്ത് ചെയ്യും? ദേഷ്യം പിടിച്ചാല്, ചീത്ത പ്രവർത്തനം കണ്ട് ദേഷ്യം പിടിച്ചാല് നീ അത് എന്റെ മകനല്ല എന്ന് പറയും. ചിലപ്പോ മക്കളില് ചീത്ത പ്രവർത്തനം കണ്ട് ഉറുതിമുട്ടിയ പറയും, നിഷേധിക്കും, എന്റെ മോനല്ല. അതേപോലെ തന്നെ മറ്റ് ചില സന്ദർഭങ്ങളിൽ പറയും, വേറൊരാളെ പറഞ്ഞിട്ട് അവന്റെ മോനാണ് എന്ന് പറയും. ഏറ്റവും കൂടുതൽ ചീത്ത പ്രവർത്തനം ചെയ്യുന്ന ആളെ മോനാണ് എന്ന് പറയും. അപ്പൊ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്? ഇവന്റെ ബാപ്പയേക്കാളും ലുഅ്മും നിന്യതയും നിസാരതയുള്ള ആള് വേറെ ആളില്ല. അതുകൊണ്ട് ഇവനെ വേറൊരാളിലേക്ക് ചേർത്തി പറഞ്ഞിട്ട് ആക്ഷേപം കൂട്ടാൻ വേണ്ടി അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ആക്ഷേപവും നിസാരതയും ഉള്ള ആളാണ് നിന്റെ വാപ്പ അർബദ് എന്നാ പറയുന്നത്. അതാ പറഞ്ഞ ഫമാഉം ഫീക കൈ തസ്ദാദ ലുഅ്മ, നിന്നെ ബരീആക്കുന്നില്ല, ഒഴിവാക്കുന്നില്ല. എന്തിനു വേണ്ടി? ലുഅ്മ് കൂടാൻ വേണ്ടി. ആരിലേക്ക്? അവിടെ പറയാം, ലി അഅ്ലമ മിൻ അബീക വലാ അദല്ല, നിന്റെ വാപ്പയേക്കാൾ നീചനായിരിക്കുന്ന നിന്യനായിരിക്കുന്ന ആളിലേക്ക് നിന്നെന്ത് ചെയ്യുന്നില്ല? ചേർക്കുന്നില്ല. അങ്ങനെ ചേർത്തി പറഞ്ഞിട്ട് ഒഴിവാക്കുന്നില്ല. നിന്റെ വാപ്പയാണ് ഏറ്റവും നീചനും നിസാരനുമായ ആള്. അങ്ങനത്തെ വാപ്പയിൽ നിന്നാണ് നിനക്ക് ഈ ചീത്ത പ്രവർത്തനം കിട്ടിയത്. പാരമ്പര്യമായിട്ട് പോകുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് തീരെ നല്ല കാര്യം നിന്നിൽ നിന്ന് കാണാത്തത്. അടുത്തത് വഖാല ജമീൽ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മഅ്മർ അൽ-ഉദരി. നേരത്തെ നമ്മൾ വഖാല ആഖിറു എന്ന് പറഞ്ഞിരുന്നു, ഇദ്ദേഹമാണ്, ജമീലാണ്. മറ്റു ചില നിസ്ഖയിലൊക്കെ ഇവിടെ വഖാല ജമീലു എന്നുള്ളിടത്ത് വഖാല ആഖിറു. ചുരുക്കത്തില് ഈ രണ്ടു പേർക്കും ഒരാളുടേതാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഏതായാലും നേരത്തെ നമ്മൾ പറഞ്ഞ ജമീൽ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മഅ്മർ അൽ-ഉദരി, അബാ അംറു എന്ന് സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന സാഹിബ് ബുസൈന അല്ലെങ്കിൽ ജമീൽ ബുസൈന എന്ന പേരൊക്കെയുള്ള അതേ ഷായറിനെ വീണ്ടും പറയുന്നു, അബൂക ഹുബാബുൻ സാരിഖുൽ ലൈഫി ബുർദഹു വജദ്ദിയ യാ ഹജ്ജാജു ഫാരിസു ശമ്മറ ബനു الصالحين الصالحون ومن يكن لآباء صدق يلقوم حيث سيرا فإن تغلبوا من قسمة الله بيننا فلله إذ لم يرضيكم كان أبصرا. ഹജ്ജാജ് എന്ന ആളോട് ജമീൽ ബിൻ അബ്ദുള്ള പറയാണ്, എന്ത്? നിന്റെ ബാപ്പയാണ് വിരുന്നുകാരുടെ ബുർദ പുതപ്പ് കട്ടുകൊണ്ടുപോയത്. മോശമായ പ്രവർത്തനമാണ് ചെയ്തത്. വിരുന്നുകാർ വന്നാൽ അവരെ സൽക്കരിക്കുക എന്ന ഒരു വലിയ പ്രവർത്തനം ചെയ്യുന്നതിന് പകരം അവർക്ക് വിഷമം ഉണ്ടാക്കി തീർത്ത ആളാണ് നിന്റെ ഉപ്പ. എന്നാൽ എന്റെ വല്ലിപ്പോ ജദ്ദെന്താണ് വലിയ ഫാരിസും ഒക്കെയാണ്, മോശക്കാരനല്ല എന്ന് പറയാം. അതാ പറഞ്ഞ അബൂക ഹുബാബുൻ, നിന്റെ ഉപ്പ, നിന്റെ വാപ്പ ഹുബാബ്, സാരിഖുൽ ലൈഫി ബുർദഹു, ലൈഫിന്റെ ബുർദ കെട്ട ആളാണ്.
സാരിക്കും മിനൽ ലൈഫി ബുർദഹു എന്നാണ് അസ്ല്. അതാണ് സാരിക്കും ലൈഫി ബുർദഹു എന്ന് പറഞ്ഞത്. വിരുന്നുകാരിൽ നിന്ന് പുതപ്പ് കട്ടുണ്ടായി അവരെ വഞ്ചിച്ച വ്യക്തിയാണ് നിന്റെ വാപ്പ. എന്നാലോ എന്റെ വല്യാപ്പ ജദ്ദി ഫാരിസാണ്, അറിയപ്പെട്ട കുതിരസവാരിക്കാരനാണ്. നിന്റെ വാപ്പ ചെയ്തതുപോലെ നീചമായിരിക്കുന്ന പ്രവൃത്തിയൊന്നും ചെയ്യുന്ന ആളല്ല എന്റെ വല്ലിപ്പ. അങ്ങനെ ജഡ്ജിനെ പറഞ്ഞെന്താ? അപ്പൊ സ്വാഭാവികമായിട്ടും ആ വല്ലിപ്പാന്റെ മകനാണല്ലോ എന്റെ ഉപ്പ. അപ്പോ മോശമല്ല, വലിയ ചിത്രമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ്, നീചമായിരിക്കുന്ന പ്രവർത്തനം ചെയ്യുന്ന ആള് അല്ല. എന്നിട്ട് പറയാണ് ബനുസാലിഹീന അസാലിഹൂന, സാലിഹീങ്ങളെ മക്കള് സാലിഹീങ്ങളായിരിക്കും. നേരത്തെ പറഞ്ഞൊരു വാക്യാണ്, ജഡ്ജ് നല്ല ആളാണ്, അപ്പൊ ആ ജഡ്ജിന്റെ മകനാണ് എന്റെ വാപ്പ, എന്റെ വാപ്പയും നല്ല ആളാണ്, ആ വാപ്പയുടെ മകനാണ് ഞാനും നല്ല ആളാണ്. അതാണ് ബനുസാലിഹീന അസാലിഹൂന എന്ന് പറഞ്ഞത്. സാലിഹീങ്ങളെ മക്കള് സാലിഹീങ്ങളാണ്. വമൻ യകുൽ ലി ആബാഇ സിദ്ഖിൻ യൽഖഹും ഹൈഥു സയ്യറ. വമൻ യകുൻ ഒരാളായി ലി ആബാഇ സിദ്ഖിൻ, നല്ല തൃപ്തിയുടെ, സിദ്ഖിന്റെ പിന്നെ ആളുകളുടേതായാൽ, സിദ്ഖിന്റെ ആളുകളുടേതെന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ വാക്താക്കളുടെ മക്കളായാൽ, യൽഖഹും ഹൈഥു സയ്യറ, അവരോട് കണ്ടുമുട്ടുന്നവരാവെന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവം സ്വീകരിക്കുന്നവരാവും. ഹൈഥു സയ്യറ, സീറത്ത് എന്നുള്ള സയ്യറ, അവരുടെ ചര്യ പിന്തുടരുന്ന അല്ലെങ്കിൽ ചര്യ സ്വീകരിക്കുന്ന സമയത്ത്. അപ്പൊ അവര് പൂർവികര് നല്ല ആളുകളാവുമ്പോൾ ഇവര് മക്കളും സ്വാഭാവികമായിട്ട് നല്ല ആളുകളായിട്ട് തീരും. ഇനി ഹൈഥു സയ്യറ എന്നുള്ളത് നേരെ യാത്ര ചെയ്യാ പോവുക എന്നുള്ള അർത്ഥം വെക്കുമ്പോൾ അപ്പോഴും തത്വം ആശയമൊക്കെ ഒന്ന് തന്നെ. അവര് ആബാക്കള് കിറാമും അതേപോലെ സാലിഹും ഒക്കെ ആവുമ്പോൾ ഇവരും അതന്നാവും. ഹൈത്തു ദഹബ പോകുന്നിടത്തൊക്കെ. അപ്പൊ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യും? ആ നന്മ, അവരുടെ ആ സിദ്ഖ് ഇവിടെ എന്ത് ചെയ്യും? മക്കളിലും മക്കളിലൊക്കെ ഇങ്ങനെ മേളിച്ചു കാണും. എവിടെ ചെന്നാലും നല്ലത് മാത്രം, കിറാം, സിദ്ഖ്, അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ പാരമ്പര്യമായിട്ട് നല്ല സ്വഭാവവും നല്ല അച്ചടക്കവും നല്ല നടപടിയും നല്ല ചിട്ടയുമൊക്കെ ഉള്ള മക്കളായിട്ട് എന്തെയും തീരും വാപ്പ സാലിഹായാൽ, വാപ്പ നല്ല ആളുകളായാൽ. എന്നിട്ട് പറയാണ് ഫൈൻ തഗ്ളിബൂ മിൻ ഖിസ്മത്തില്ലാഹി ഹല്ലക്കും, നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ നിങ്ങളെ ഹല്ലിനെ അല്ലാഹു തആല ഖിസ്മത്ത് ചെയ്തതിൽ നിന്ന് നിങ്ങൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ ഫലില്ലാഹി ഇദ്ലം യുർദിക്കും കാന അബ്സറ, ഫലില്ലാഹി കാന അബ്സറ. നിങ്ങളങ്ങനെ ദേഷ്യപ്പെടുകയാണ്, നിങ്ങളെ ഹല്ലിനെ അല്ലാഹു തആല ഖിസ്മത്ത് ചെയ്തതിൽ നിന്ന് നിങ്ങൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ അല്ലാഹു തആല ഏറ്റവും നല്ല ബസീറാണ്, നിങ്ങളെ സിദ്ഖിന്റെ ആള് ആക്കാതിരിക്കൽ കൊണ്ട് അല്ലാഹു തആല ബസീറാണ്. അപ്പൊ അല്ലാഹു തആല എന്തെയും? അല്ലാഹു തആല നീതിമാനാണ്, ബസീറാണ്, അലീമാണ്. അതുകൊണ്ട് നിങ്ങൾ ഗളബ് കാണിക്കുകയാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കാരണം അല്ലാഹു തആല ഓരോരുത്തരെ സൃഷ്ടിക്കുന്നത് ഇഖ്തിയാർ കൊടുത്തിട്ടാണ് എന്ന് സൂചിപ്പിക്കുക. അപ്പൊ നിങ്ങൾ അങ്ങനെയാവും എന്ന് കണ്ടതുകൊണ്ട് അല്ലാഹു തആല നിങ്ങളെ പഠിച്ചു, ഇങ്ങനെയാക്കി, മറ്റൊരു സാലിഹാക്കി. അതുകൊണ്ട് അതിന് അള്ളാഹുവിന്റെ ഖൽഖിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല എന്ന് അദ്ദേഹം എന്ത് ചെയ്യാണ്? അവസാനമായിട്ട് അവരോട് പറയാണ്. അപ്പൊ അത്രയും നീചമായിരിക്കുന്ന ഒരു പ്രവർത്തനം ചെയ്തപ്പോ അത് മോശമാണെന്ന് അദ്ദേഹത്തിന് വരുത്തി തീർത്ത് കാണിച്ചു കൊടുത്ത് എന്നിട്ട് പറയാണ് അതില് പരാതിപ്പെടാനൊന്നുമില്ല എന്ന് അദ്ദേഹം പറയാം.
അല്ലാഹുത്താലയുടെ ഖൽഖില് വലിയ അലീമാണ്, ബസീറാണ്, നീതിമാനാണ് എന്ന് എന്ത് ചെയ്യാണ് അദ്ദേഹം അവസാനം പറയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.